ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഉപഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പ്രധാന ഹർജി ജനുവരി 5-നാണ് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുക. ഒപ്പം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്ന ആവശ്യമാണ് SIT ഹൈക്കോടതിയിൽ ഉന്നയിക്കുക. അതേസമയം സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികളായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷയും അവധിക്കാല ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഈ ഉപഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒപ്പം പത്മകുമാറിനും ഗോവർദ്ധനും ഇന്നത്തെ ദിവസം എത്രത്തോളം പ്രധാനമാണ്, പ്രത്യേകിച്ച് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ? നിഷ, അശ്വതി, ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഉപഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഈ അവധിക്കാല ബെഞ്ചിന് മുന്നിൽ പരിഗണനയ്ക്ക് വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് സർക്കാർ നൽകിയ ഉപഹർജിയാണ്. ഇതിലെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നില്ല. എങ്കിലും ഈ SIT ടീം വിപുലീകരിക്കണമെന്ന ഒരു ആവശ്യം ഉപഹർജിയായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കാൻ 2 CIമാരെ കൂടെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ഒരാവശ്യമാണ് ഹൈക്കോടതിക്ക് മുന്നിൽ ഉപഹർജിയിൽ SIT ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസ് അന്വേഷണം എത്രയും പെട്ടെന്ന് അന്വേഷണം സമയബന്ധിതമായി തീർക്കാനായി SIT വിപുലീകരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. സംഘത്തിൽ 2 CIമാരെ കൂടി ഉൾപ്പെടുത്തണം എന്നൊരു ആവശ്യമായാണ് SIT ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാന ഉപഹർജി പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഇതിലെ പ്രധാന ഹർജി പരിഗണിക്കുന്നത് ജനുവരി 5-നാണ്. ഇന്നിപ്പോൾ ഈ ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. എന്തായാലും ഇതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഗോവർദ്ധൻ്റെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിൻ്റെയും ജാമ്യ ഹർജികളും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇത് 2 ഐറ്റമായിട്ടാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഒപ്പം നിയമവിരുദ്ധമായ ദേവസ്വം ബോർഡിൻ്റെ നിയമവിരുദ്ധമായ അനുമതി കാരണമാണ് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയതെന്നും പലതിനും പിന്നിൽ പത്മകുമാറിൻ്റെ തീരുമാനമാണ് എന്നാണ് ഗോവർദ്ധൻ പ്രധാനമായും ജാമ്യ ഹർജിയിൽ പറയുന്നത്. എന്തായാലും ഈ 2 ജാമ്യ ഹർജികളും പരിഗണിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഇന്ന് സമർപ്പിക്കും. കാരണം കഴിഞ്ഞ ഈ ഡിസംബർ 5-ന് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ SITക്കെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. കാരണം നവംബർ 20-ന് A. പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം മറ്റൊരു അറസ്റ്റും ഉണ്ടായിട്ടില്ല എന്ന ഒരു രൂക്ഷ വിമർശനം ഹൈക്കോടതി SITക്ക് നേരെ ഉന്നയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് SIT ടീം വിപുലീകരിക്കുന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ പ്രത്യേക അന്വേഷണ സംഘം സമീപിച്ചിരിക്കുന്നത്. എന്തായാലും അന്ന് ഡിസംബർ 5-ന് ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും SITക്ക് രൂക്ഷ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ നവംബർ 20-ന് ശേഷം അറസ്റ്റുകളൊന്നും കാര്യമായി നടന്നിട്ടില്ല. കൃത്യമായി ഈ ഒരു കുറ്റകൃത്യത്തിൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരെ ഈ ഉപഹർജി ഇന്ന് പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഉപഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ഒപ്പം ഈ പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും അടക്കമുള്ള ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. നിഷയാണ് വിവരങ്ങൾ നൽകിയത്.